അദാനി വിഷയത്തിൽ ഇന്നും പ്രതിഷേധവുമായി എത്തി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കറുത്ത മാസ്ക് ധരിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം. അർജുൻ പീതാംബരൻ തന്നെ വിവരങ്ങൾ നൽകും. ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും കേന്ദ്രത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം സൂചനയായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എത്താറ്. ഇതാ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് രാഹുൽ ഒഴികെ ബാക്കി എല്ലാവരും കറുത്ത മാസ്ക് ധരിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ പ്രതിഷേധിക്കുകയാണ്. അർജുൻ, പറയൂ. പ്രധാനമായിട്ടും ഈ പ്രതിഷേധം നടന്നത് ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു. അതായത് 11 മണിക്ക് മുൻപായിരുന്നു. ഈ പാർലമെന്റ് പരിസരത്ത് തന്നെ കറുത്ത മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എംപിമാർ എത്തിയത്. പ്രധാനമായിട്ടും അദാനി വിഷയത്തിൽ മോദിയും അദാനിയും ഒന്നാണ്. മോദി അദാനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നു എന്നുള്ള കാര്യം അവർ കുറച്ച് നാളായിട്ട് തന്നെ ഉന്നയിക്കുന്ന കാര്യമാണ്. അത് കുറച്ചുകൂടി രൂക്ഷമായി ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ പാർലമെന്റ് പരിസരത്ത് കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. ഈ അദാനി വിഷയത്തിൽ പാർലമെന്റിനകത്തടക്കം കുറച്ച് അയഞ്ഞിരുന്നു കോൺഗ്രസ്, പ്രത്യേകിച്ചും സഭാ നടപടികൾ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ BJP എംപിമാർ രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അതായത് സോറസും രാഹുൽ ഗാന്ധിയും ചേർന്ന് OCCRPക്ക് ഫണ്ടിംഗ് നൽകുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും BJP എംപിമാർ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് വീണ്ടും അദാനി വിഷയം ഒന്നുകൂടി രൂക്ഷമായി ഉന്നയിക്കാൻ, അത് പാർലമെന്റിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒന്നുകൂടി രൂക്ഷമായി ഉന്നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും സഭയ്ക്കകത്തും ഇതേ പ്രതിഷേധം തന്നെ കണ്ടു. അങ്ങനെ സഭ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭ പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് 12 മണിവരെയായിരുന്നു സഭ നിർത്തിവെച്ചെങ്കിലും ഇപ്പോൾ ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചിട്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്. മറുപക്ഷത്ത് രാജ്യസഭാ നടപടികൾ സമാധാനപരമായി തന്നെ തുടർന്നു. അതായത് ആദ്യം ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും, ഈ നോട്ടുകെട്ടിന്റെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ എന്തായാലും രാജ്യസഭാ നടപടികൾ സമാധാനപരമായി നടക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭയിൽ ആദ്യം നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അദാനി വിഷയം എടുത്തിട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി, പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അങ്ങനെ മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭ പിരിയുന്ന ഒരു അവസ്ഥയായിരുന്നു ലോക്സഭയിൽ ഉണ്ടായത്. ശരി, മാറ്റമൊന്നുമില്ല. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമാണ് പാർലമെന്റിൽ. അദാനി വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്.